നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട്, ഓവർ തിങ്കിങ് കൊണ്ട്, ടെൻഷൻ, ഡിപ്രഷൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമേ ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാം? നമുക്കറിയാം, ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഒരുപാട് ടെൻഷനും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉള്ള ആളായി മാറിയത് വളരെ കാലം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു കാലയളവ് കൊണ്ടാണ് അല്ലേ? കഴിഞ്ഞു പോയ കുറേ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ കുടുംബാന്തരീക്ഷം, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിരവധി കാരണങ്ങളാണ്. ഒരു പ്രത്യേക കാരണമൊന്നും അല്ലെങ്കിലും ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ചിന്തകൾ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായ ഉറക്കമില്ല, കൃത്യമായ സമയമില്ല ഒന്നിനും. ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ തോന്നിയ സമയത്ത് പോലെ നമ്മളൊരു യാന്ത്രികമായിട്ട് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നു അല്ലേ? ബോറിംഗ് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. മൂഡില്ല, മനസ്സിനൊരു സുഖമില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്നും റിലീഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, പല രീതിയിലുള്ള സിറ്റുവേഷൻസിൽ പങ്കെടുക്കുന്നു അല്ലേ? അങ്ങനെ പല കാര്യങ്ങളുണ്ട്. തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെന്ന് ചാടുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം? എങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ഉയർത്താൻ സാധിക്കും? വേറൊരാളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഇത്? ഒരിക്കലുമല്ല അല്ലേ? നമ്മൾ വിചാരിക്കാതെ നമ്മുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മളെ ഉയർത്താൻ നമ്മളല്ലാതെ വേറെ ഒരാളില്ല. ആ ഒരു സത്യം ഫസ്റ്റ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. തിരിച്ചറിവാണ് ഈ ഒരു പാത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ. ഞാൻ എന്ത് കാര്യത്തിലാണ് കുടുങ്ങി കിടക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെ? എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചുകൂടെ? നമുക്ക് കൂട്ടുപിടിച്ച് ചിന്തിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കും? നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാരണം കിട്ടും. എന്തുകൊണ്ടാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥ ഇങ്ങനെ? അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ തുടക്കം? ഏത് കാര്യമാണ് എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് എന്നെ ശല്യപ്പെടുത്തുന്നത്? ഏത് കാര്യത്തിനാണ് എൻ്റെ എനർജി കൂടുതലായിട്ട് ഞാൻ കൊടുക്കുന്നത്? എനർജി പല രീതിയിൽ നമുക്ക് കൊടുക്കാം. പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യത്തിന് നമുക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്യാം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനും കൊടുക്കാം. അപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഓവറായിട്ട് എനർജി നമ്മൾ കൊടുക്കുന്നത്, ആ കാര്യം ഡെവലപ്പ് ആവും അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡെവലപ്പ് ആവും. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരുന്നാൽ അത് കൂടുതലായിക്കൊണ്ടേയിരിക്കും. അത് ചിന്തിക്കുന്നതോറും എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ, ആ ഒരു ഫീലോട് കൂടി എനർജി കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടു കൂടി ചിന്തിക്കുന്നോ, അത് ഡെവലപ്പ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതി ഏകദേശം നടപ്പിലാവുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഇടമുറിയാത്ത ചിന്ത. അപ്പം നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ ശ്രദ്ധയും ചിന്തയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടെൻഷനും ഓവർ തിങ്കിങ്ങും ഫേസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എനർജി കൂടുതലായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും, ഫോക്കസിങ് കുറയും, ഉറക്കം കുറയും, നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള ബന്ധം കുറയും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സമൂഹത്തിൽ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥ വരും അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇതിന് നമുക്ക് മാറ്റിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്: മെഡിറ്റേഷൻ. അപ്പോൾ ഈ മെഡിറ്റേഷൻ അറിഞ്ഞത് കൊണ്ടോ ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഞാൻ പണ്ട് കുറച്ച് നാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഇതിൽ മാറ്റം ഉണ്ടാവോ? ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. അതാണ് സത്യം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് നിങ്ങളെ മാറ്റിമറിക്കുന്നത്. ഇപ്പം നിങ്ങൾ മെഡിറ്റേഷനും സാധനയും ഒക്കെ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നിർബന്ധമായിട്ടും തീർച്ചയായും നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടാവും, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ഉയർത്താൻ സാധിക്കും. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അടുത്തുകൂടെ പോയത് കൊണ്ട് മാത്രം നമുക്ക് ഉയർത്താൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കാൻ ശീലിക്കലാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒറ്റയ്ക്കിരിക്കൽ എന്ന് പറയുമ്പോൾ. കൂടുതൽ ആളുകളെയും അല്ലേ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പറയാറില്ലേ, നമ്മൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ബോറടിക്കുന്നു. ഈ ബോറിംഗ് എന്ന വേർഡ് എവിടെ നിന്നാണ് വന്നത് നമ്മൾ ചിന്തിക്കുക. ഏറ്റവും നമ്മൾ ബോറിംഗ് നമുക്ക് തോന്നുന്നത് അവനവൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഫിലിമിന് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫംഗ്ഷൻസിൽ പങ്കെടുക്കും, ലഹരി ഉപയോഗിക്കാം. അങ്ങനെ എന്ത് ചെയ്തും നമുക്ക് സമാധാനം കണ്ടെത്താം. നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നുമില്ലാത്തൊരവസ്ഥയില്ലേ? നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? നമ്മൾ ചുറ്റിലും കാണുന്ന ഒരവസ്ഥ, സന്തോഷം, സങ്കടം അല്ലേ, നോർമൽ ലൈഫിലുള്ളൊരു കാര്യങ്ങൾ, ഇതൊന്നുമല്ലാതെ അപ്പുറത്തൊരവസ്ഥ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് മുൻധാരണയില്ല. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇതൊക്കെ തന്നെയാണ് ജീവിതമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കാൻ സാധിക്കും. എളുപ്പമല്ല. ഇനീഷ്യലി നമ്മൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ശരീരം സമ്മതിക്കില്ല. അവിടെ ഇവിടെയൊക്കെ വേദന വരിയിരിക്കും. കുറച്ച് 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരും. മനസ്സ് സമ്മതിക്കില്ല. 100 കണക്കിന് ചിന്തകൾ കയറി വരും. ഇപ്പം നമുക്ക് ഇന്നേ വരെ വരാത്ത ചിന്തകൾ വരെ ഒന്ന് കണ്ണടച്ചിരുന്നാൽ കയറി വരും. നമ്മളാകെ കണ്ണടയ്ക്കുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും അല്ലേ, നോർമൽ രീതിയിൽ. അപ്പോൾ മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അവനവൻ്റെ കൂടെ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളതൊരു ചലഞ്ചായി എടുക്കാം.
ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇത്ര സമയം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ദിവസവും ഞാനിങ്ങനെ വെറുതെ ഇരുന്നിരിക്കും. കുറച്ച് ദിവസം നിങ്ങൾ അങ്ങനെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും 10 മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം നിങ്ങളൊരവസ്ഥയിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എല്ലാ കാര്യങ്ങളും ചുറ്റിലും ഉണ്ടാവും, ചുറ്റിലുമുള്ള ശബ്ദങ്ങളുണ്ടാവും, ചിന്തകളുണ്ടാവും. ഇതൊക്കെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ ഇതിനെ ശ്രദ്ധിക്കാത്തൊരു മനസ്സ് എവിടെയോ ഒരിക്കൽ നമുക്കത് സ്പാർക്ക് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കാത്തൊരു മനസ്സ് നമുക്ക് എവിടെയോ സ്പാർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു ബേസ് ലെവലാണ്, അല്ലാതെ മെഡിറ്റേഷൻ ചെയ്താൽ ഇങ്ങനെയേ സംഭവിക്കുമെന്നല്ല. അങ്ങനെ ഒരു കാര്യവുമില്ല. കാരണം എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഫീൽ ഡിഫറൻ്റ് ആണ്, അല്ലേ? അവരുടെ ഉയർച്ച ഡിഫറൻ്റ് ആണ്. അതിലേക്ക് എത്തുക എന്നുള്ളത്, ആ ഒരു അവസ്ഥയിലേക്ക്, ചിന്തകൾ കുറവുള്ള, നമ്മുടെ ശല്യം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക, അതിന് നമുക്ക് പ്രാക്ടീസ് നിർബന്ധമാണ്. പ്രാണായാമം ചെയ്തിട്ടാണെങ്കിലും യോഗ ചെയ്തിട്ടാണെങ്കിലും ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രാക്ടീസാണ്, അല്ലേ? ഫാറ്റ് ലോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡയറ്റ് ഒരു പ്രാക്ടീസാണ്, ഒരു രീതിയാണ്, ഒരു പാറ്റേൺ ആണ്. വർക്കൗട്ട് നമ്മൾ ചെയ്യാറില്ലേ? എല്ലാ ദിവസവും ഫോളോ ചെയ്ത് വരുമ്പോൾ റിസൾട്ടിലേക്ക് എത്തുന്നു, ക്ഷമയോട് കൂടി പോകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ക്ഷമയില്ലാത്തവർ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടായി പോകുന്നു. അപ്പോൾ അവർ റിസൾട്ടിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ കാര്യവും, എല്ലാ കാര്യവും യോഗ സാധനയിലൂടെ നമ്മൾ മാനസിക എനർജി ഉയർത്തുക എന്ന് പറയുമ്പോൾ ദിവസേനയുള്ള പ്രാക്ടീസ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ തന്നതാണിത് നമ്മൾ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ നിലവിലുള്ള ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, ആ ഒരു വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൂടെ കൂടിക്കോളൂ. കാരണം നിങ്ങൾക്ക് ഇന്ന് മുതൽ ഒരു ചലഞ്ച് നിങ്ങൾ വെക്കുക. അടുത്ത ഒരു 21 ദിവസം വരെ, അല്ലെങ്കിൽ അടുത്ത ഒരു മാസം പോട്ടെ, അടുത്ത ഒരു 1 വീക്ക് കൂട്ടിക്കും. ഫസ്റ്റ് ഒരു 1 വീക്ക് ഞാൻ നിർബന്ധമായിട്ടും ദിവസം ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നിരിക്കും. നമ്മൾ പല രീതിയിൽ ചെയ്യാറില്ലേ? ചിലപ്പോൾ ഈ ഒരു കാര്യത്തിന് നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ടാവും, കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഞാൻ സാമർത്ഥ്യക്കാരൻ, അതായത് ഞാൻ ഇതിനേക്കാൾ വലുത് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞിട്ട് സാമർത്ഥ്യം കാണിച്ച് പ്രകടിപ്പിക്കുന്ന ആളുകൾ, പല രീതിയിലുള്ള ആളുകളുണ്ടാവും. നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊരു ചലഞ്ചായിട്ട് എടുക്കുക. അതായത് നിങ്ങളിനി അടുത്ത് വരാൻ പോകുന്നൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട്, നിങ്ങൾ ഇതുവരെ ഇതിലേക്ക് എത്താത്ത ആളുകളാണെങ്കിൽ പറയുന്നത് കേട്ടോ, ഒരു 10 മിനിറ്റ് ദിവസം കണ്ണടച്ചിരുന്നിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്തൊക്കെയാണത്? നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുക. നിങ്ങളിനി 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിലും 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിലും ഒരു 10 മിനിറ്റിന് പ്രയോറിറ്റി കൊടുക്കുക. എഴുന്നേറ്റ പാട് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നല്ലൊരു മാനസികാവസ്ഥയോട് കൂടി വന്നൊരു സ്ഥലത്തിരിക്കുക. ഒരു യോഗ മാറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കോട്ടൻ്റെ ക്ലോത്ത് വിരിച്ചിട്ട് തറയിലിരിക്കാം. നിങ്ങൾക്ക് നിവർന്നിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പില്ലോ വെച്ചിരിക്കാം. ഏറ്റവും കംഫർട്ടായിട്ട് ഒന്നും ചെയ്യാതെ കണ്ണടച്ചിരിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കാറില്ലേ, അല്ലേ? ഏതെങ്കിലും ഒരു രൂപത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയവും നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാം. മൗനമായിരിക്കുക എന്നുള്ളതാണ്, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക. അപ്പോൾ രാവിലത്തെ ഒരു സമയം പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ നമ്മൾ ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റ് വരുന്ന സമയമാണ്. നമ്മുടെ മൈൻഡ് ബോഡിയൊക്കെ ഫ്രീ ആണ്, എംപ്റ്റി സ്റ്റൊമക്കാണ്, ഫ്രഷ് മൈൻഡാണ്, ഓവർ തിങ്കിങ് ഒന്നുമില്ല. നമ്മൾ പുറം ലോകത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, അല്ലേ? അപ്പോൾ രാവിലെയുള്ളൊരു സമയം തിരഞ്ഞെടുക്കുക. അതും മൊബൈൽ ഫോണും നോട്ടിഫിക്കേഷനും നോക്കിയിട്ടാവരുത് വരുന്നത്, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. എഴുന്നേറ്റ പാടെ നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നു, അതിൽ ലേബൽ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം. വേഗം ഫോൺ ഓഫായി വെക്കുന്നു, എഴുന്നേറ്റ് വരുന്നു, ഫ്രഷ് ആവുന്നു, മെഡിറ്റേഷന് വരുന്നു. അങ്ങനെ ചെയ്യാം. ഈ ഒരു സമയം നിങ്ങൾക്ക് രാവിലെ 3 മണി മുതൽ അല്ലെങ്കിൽ 3:30 മുതലുള്ള സമയം നമുക്ക് ഉപയോഗിക്കാം. അത്രയും നേരത്തെ മുതലുള്ള സമയം ഉപയോഗിക്കാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുന്നൊരു സമയം ഉപയോഗിക്കാം. വേറെ ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ നിങ്ങളവിടെ ഇരിക്കുക. 10 മിനിറ്റ് ഒന്നും ചെയ്യാതിരിക്കുക. എല്ലാ കാര്യങ്ങളും 10 മിനിറ്റിന് ശേഷം ടൈമർ വേണമെങ്കിൽ വെച്ചോളൂ. കണ്ണ് പതുക്കെ 2 കൈയൊക്കെ ചൂടാക്കി കണ്ണിലേക്ക് വെച്ച് പതുക്കെ കണ്ണ് തുറക്കുക. അപ്പോൾ നമ്മളൊരു അയഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കണം. നല്ല രാവിലെ ആണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. വൈകുന്നേരമാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം ഇരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധിയായിട്ടുള്ള വൃത്തിയുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും എന്നും ഒരേ സ്ഥലം ഒരേ സമയം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് ആ സമയമാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ തയ്യാറാവും അതിന് വേണ്ടിയിട്ട്, ഒരു ശീലമായി കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ. നമുക്ക് കുറച്ച് നാളിന് ശേഷം കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലായിട്ടുള്ള ഒരു വീഡിയോ ഇതിൽ ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇരിക്കണം. ഈ ഇരുന്ന് പരിശീലിക്കുക എന്നുള്ളതൊരു വലിയ കടമ്പയാണ്. നമുക്ക് കുറച്ച് സമയം, ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്കൊരു പോസ്റ്റിൽ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ പറയില്ലേ, ഓ ബാക്ക് പെയിൻ, നടു കടയുന്നു, കാല് കടയുന്നു, കുറച്ച് നേരം ഇരിക്കാം തോന്നാറില്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ദിവസവും ചെയ്യുന്ന സാധനയിലൂടെ. അപ്പോൾ ഇരിപ്പ് പതുക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള പ്രാക്ടീസിൽ ഏർപ്പെടാം. യോഗ സാധന വേറെ ക്ലാസ്സുകളിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്ത്, ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ മസിൽസൊക്കെ ഫ്രീ ആവും, ജോയിൻസ് ഒക്കെ ഫ്രീ ആവും, ഒരു സ്ഥിരത വരും. ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ ഇരിക്കും, ഒരു സ്ഥിരത വരും. നിങ്ങൾക്ക് വേറെ കടച്ചിലുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ മെരുക്കിയെടുക്കുന്നത്
നമുക്ക് നമ്മുടെ ആസന ആ ഇരിപ്പിനെ നമുക്ക് കുറച്ചുകൂടി ദൃഢമാക്കും. അപ്പം മെഡിറ്റേഷൻ കുറച്ചുകൂടി ഈസി ആവും ശാരീരിക തലത്തിൽ. പിന്നെ കയറി വരുന്ന ചിന്തകൾ ഒരു ദിവസം പോലും മുടങ്ങരുത്. ഇതിന് വീക്കെൻഡ് ഇല്ല, സാറ്റർഡേ സൺഡേ ഇല്ല, ഒന്നുമില്ല. വിരുന്നുകാർ വന്നു, ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നും കാരണം ഒരു റീസണും ഇല്ല. എന്ത് വന്നാലും നമ്മളത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ചാലഞ്ചായി നമ്മളെടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് ചെയ്യാനുള്ള അഡ്വൈസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരുപാട് ആളുകൾ പുറത്ത് പലരും ആരൊക്കെയോ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റില്ല. പുറത്ത് പല രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് കാര്യമായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷേ ഉള്ളുകൊണ്ട് നമ്മൾ വളരെ ദുർബലരായിരിക്കും. നമ്മുടെ ചിന്തകൾ, ഓവർ തിങ്, ഉറക്കമില്ലാത്ത അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴി ഇതാണ്. അതുപോലെ നിങ്ങളെ മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടിലാവുന്ന സമയത്ത് നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ, എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പകരം മൊബൈൽ ഫോൺ പോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ബാക്കി പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് അതിൽ കുടുങ്ങി നിൽക്കരുത്, ഒന്നിലും കുടുങ്ങി നിൽക്കരുത്. ടെൻഷൻ കയറി വരുന്നു, വീണ്ടും ഞാൻ അന്ന് അതൊക്കെ ചെയ്തിട്ടും വീണ്ടും എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരിക്കരുത്, അവിടെ നിന്ന് എഴുന്നേൽക്കുക, അവിടെ നിന്ന് മൂവ് ചെയ്യുക, ശ്രദ്ധ തിരിക്കുക. പെട്ടെന്ന് പതുക്കെ ഡെവലപ്പ് ആയിക്കോളും. ഓക്കെ, നമ്മളെ മെഡിറ്റേഷൻ്റെ ഒരു ബേസ് പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടുപോക്കുക. നമുക്കൊരു ധാരണ വരുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഒന്നും നോളജും രീതികളും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു ഭാഗമായിട്ട് പറയുന്നു അത്രമാത്രം കേട്ടോ. കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക, ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.